റിസോർട്ടിന്റെ താഴെ കടുവ ഇറങ്ങി നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളി ഉറങ്ങി. മരങ്ങളാൽ ചുറ്റപ്പെട്ട മരം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് മാമലക്കണ്ടം. പക്ഷെ മാമലക്കണ്ടത്ത് വരുമ്പോൾ യൂഷ്വലി നമ്മൾ എവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. കൂടാണ്ട് മാമലക്കണ്ടത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറേ നല്ല അടിപൊളി സ്പോട്ടുകളും. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ വന്നു. മാമലക്കണ്ടത്തെ വൺ ഓഫ് ദ ഫൈൻ 5-star ലക്ഷറി പ്രോപ്പർട്ടിയാണ് ഈ മരം എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് റൂമാണ് അവർ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഭയങ്കര വിശാലമായ റൂമാണ്. കയറി വരുമ്പോ തന്നെ ഇത്രയും വലിയൊരു വിശാലമായ ബെഡ്റൂമാണ്. ഇവിടെ വന്ന വഴി പിള്ളേര് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമുക്ക് വേണ്ടി കോംപ്ലിമെന്ററി ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. പഴം, ആപ്പിൾ, പൊമഗ്രാനൈറ്റ്, മുന്തിരി. ഇവിടെ കിട്ടില്ലേ? ശർക്കര വരട്ടി. ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് റൂം എന്ന് പറയാൻ ഒരു റീസണും കൂടിയുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ റൂമിൽ നിന്നാണ് നമുക്ക് തടസ്സമില്ലാത്ത ഈ ഒരു വ്യൂ കിട്ടുന്നത്. അവിടുത്തെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് 2 ദിവസം മുന്നേ കടുവേനെ വരെ സ്പോട്ട് ചെയ്തു. അതുപോലെ ആന സ്ഥിരം വരുന്ന സ്ഥലമാണ്. നമ്മുടെ കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ആണ് ആ കാണുന്നത്. ഈ പടർന്നു കിടക്കണ ഇത് മൾബറി ആണ്. ഇതിനകത്ത് ഫുൾ മൾബറി ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. പിന്നെ ഒരു തരം മുന്തിരി ഒക്കെയാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഭയങ്കര രസമുണ്ട് ഇത്. ഞങ്ങളുടെ ബാത്റൂം ടൂർ. ബാത്റൂം ഒക്കെ കണ്ടോ, നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ തിരിച്ചിട്ടുണ്ട്. എല്ലാം എർത്ത് ബ്രാൻഡിന്റെ ഹാൻഡ് വാഷും ബോഡി ലോഷനും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് നമുക്കൊരു പിള്ളേരുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ റൂം ടൂറൊക്കെ അങ്ങ് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്നതേ ഒരു ചായക്കട കണ്ടു ഇവിടെ തന്നെ. അപ്പോൾ ചായക്കടയിൽ കയറി നമ്മൾ ചായ കുടിച്ചു. അത് ഹോട്ടലിൽ നിന്ന് തന്നെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു തട്ടുകട പോലൊരു സംഭവമാണ്. ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നാടൻ അടിച്ച ചായയും നാടൻ കടികളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും അതുകൊണ്ട് റിലാക്സ് ഒക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് അടുത്ത പരിപാടിക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. അത് കുറിയൊക്കെ തൊട്ടു. ഞങ്ങൾക്കെല്ലാവർക്കും കുറിയുണ്ട്. ചായക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇവിടെ ചേച്ചി അനിയനും തമ്മിൽ നടക്കുന്നത്. അനിയന്റെ പക്ക അവിടെ തട്ടിപ്പറിക്കുവാൻ വരുന്ന ചേച്ചി. ആരാ അമ്മയ്ക്ക് സൈഡ് സീറ്റ് തരാത്തത്? എന്റെ പേരെന്താ? അജിൽ. ഇവിടെ തന്നെയാണോ വീട്? അവിടെ തന്നെയാണ്. ചില ടൈമില് വണ്ടി ഉണ്ടെങ്കിലും റോഡിൽ വളർച്ചാലായിരിക്കും. ചിലപ്പോ കാലിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ലക്കി പോലെ ഇരിക്കും. ചിലപ്പോ കാണാൻ പറ്റില്ല. മെയിൻ റോഡ് അതാണ് മാമലക്കണ്ടത്തുനിന്ന് നമ്മൾ പോകുന്ന റോഡ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത്. കൊയിനിപ്പാറ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് റോഡ് ഡെസ്റ്റിനേഷന്റെ പേര്. 2-3 ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് കൊയിനിപ്പാറ. അത് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഓഫ് റോഡിങ് ആണ്. അപ്പൊ ഈ വണ്ടിയിൽ പോകുന്നതാണ് നല്ലത്. നമ്മുടെ കാറിൽ പോയാൽ കുറച്ചുകൂടി കാടി തട്ടാനുള്ള സാധ്യത കൂടുതലാന്ന് പറഞ്ഞാണ് നമ്മൾ അജയ് ചേട്ടന്റെ കൂടെ ജീപ്പ് റൈഡിന് വന്നിരിക്കുന്നത്. ഇവിടുന്ന് 4 വീൽ കൊടുത്താൽ തിരിച്ച് ഈ മല കയറിയിട്ട് ഇറങ്ങണം. 4 വീൽ മാറണേ. എനിക്ക് ആള് കുറവായിട്ടാണ്. നമുക്ക് വണ്ടിയിലൊരു ടൈറ്റ് ആളുണ്ടെങ്കിലാണ് ഇവിടെയൊക്കെ കറങ്ങാതെ കയറും.
2 ഓഫ് റോഡിങ് സ്പോട്ട്സ് ആണ് മെയിനായിട്ട് നമ്മുടെ മാമ്പലക്കണ്ടത്തുള്ളത്, മുനിപ്പാറയും കൊയിനിപ്പാറയും. ഇപ്പം ഇത് കൊയിനിപ്പാറയാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ താറിലൊക്കെ പോവാം, പക്ഷേ അതിലും സേഫ് ഇവരുടെ വണ്ടി കൊണ്ട് പോവാണ്. കാരണം ഇവർ എല്ലാ ദിവസവും കയറി ഇറങ്ങി നല്ല നാക്കാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോയാൽ അടിയൊക്കെ മുട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഫ് റോഡ് ഇങ്ങനെ സാഹസികമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്യാം കേട്ടോ. പക്ഷെ മുനിപ്പാറ നമുക്കൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അവിടെ. ആൻഡ് അങ്ങനെ നമ്മൾ കയറി സൺസെറ്റൊക്കെ ആവാറായിട്ട് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കയറി പാതി വഴി എത്തിയപ്പോൾ മുതൽ നമ്മളെ പിന്തുടരുന്ന ഒരാളാണ് ഈ വരുന്നത്. ഇവിടെ ഓഫ് റോഡിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ആൾ അസിസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ വന്ന് നമ്മൾ തിരിച്ചു വരുന്നത് ഒരാൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഒപ്പം പോരും. അങ്ങനെ ഞങ്ങളുടെ പുറകെ ആൾ വരുന്നുണ്ട്. ജീപ്പില് പകുതി എത്തിയപ്പോൾ മുതൽ നമ്മളെ അക്കമ്പനി ചെയ്ത് മുകളിലേക്ക് വന്നതാട്ടോ ഈ പുള്ളി. ഇവിടെ ഏത് ജീപ്പ് ഏത് വണ്ടി വന്നാലും ഈ പുള്ളി ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് മുകളിൽ വരെ വരും. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ ഒപ്പം ഇറങ്ങുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇവിടെ ബൈക്കിനൊക്കെ 2 പിള്ളേര് വന്നിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ജീപ്പിനെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ കൊയിനിപ്പാറ. മാമലക്കണ്ടത്ത് വന്നാൽ കൊയിനിപ്പാറയിലെ സൺസെറ്റ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ. ഇനി വേനൽ സമയമാണെങ്കിൽ നമുക്ക് സൺസെറ്റ് നന്നായിട്ട് കാണാൻ പറ്റും. വേനൽ അല്ലെങ്കിൽ മഴയാണെങ്കിൽ നല്ല കോടയൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഫുൾ മൂടിയിരിക്കും, നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും രണ്ടിനും ബെസ്റ്റ് ഓപ്ഷനാണ് മാമലക്കണ്ടം. നമ്മളിവിടെ മാമലക്കണ്ടത്ത് നമുക്ക് നൈറ്റ് സഫാരിക്ക് വരാം, ഫോറസ്റ്റിക്കയുടെ ജീപ്പില് ആൻഡ് ആനേനെ സ്പോട്ട് ചെയ്യാം. നമ്മളെ ജീപ്പിലെ ചേട്ടൻ അതിസാഹസികമായിട്ടാണ് കേട്ടോ നമ്മൾ ആനേനെ സ്പോട്ട് ചെയ്യാൻ കൊണ്ടുപോയത്. ഞങ്ങളുടെ സൂപ്പ് ചിക്കൻ സൂപ്പ്. കണ്ണിന്റെ ഫേവറേറ്റ് എന്താണ് പറയൂ? ഇവിടെ വേറെ ഗസ്റ്റുകളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബുഫേ അല്ല, നമ്മൾ പറഞ്ഞ ഓർഡർ അനുസരിച്ചാണ് അവരുണ്ടാക്കിയത്. ചിക്കൻ നൂഡിൽസ് ഉണ്ട്, കേരള ഫിഷ് കറി ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ്, അല്ല ഇതാണ് ഫിഷ് കറി, ഇത് ബട്ടർ ചിക്കൻ ആട്ടോ, ഇത് ചില്ലി ചിക്കൻ ഡ്രൈ. നൈറ്റ് സഫാരി കഴിഞ്ഞ് വന്ന് നമ്മൾ ഡിന്നർ കഴിച്ചതേ വയറൊക്കെ നിറഞ്ഞ്. എന്നാൽ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്ന് കരുതി അതിൽക്കിടെ നടന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നാൽ ബെസ്റ്റാണ് കേട്ടോ. ആൻഡ് നമുക്കിതിൻ്റെ ബാൽക്കണി അല്ല റിസപ്ഷൻ്റെ ഏരിയയിൽ വന്നിരുന്നാൽ നമുക്ക് സ്റ്റാർ ഗേസിംഗ് ഒക്കെ പറ്റുകയും ചെയ്യും. രാവിലെ തന്നെ ഇറങ്ങി, രാവിലെ എന്ന് വെച്ചാൽ 7:30 ആയിട്ടോ. ഇവർ നമ്മൾ 6:45 എപ്പോഴേക്കും വിളിച്ചായിരുന്നു. കാരണം നമ്മളെല്ലാം വെച്ചെങ്ങാനും എണീറ്റില്ലെങ്കിൽ വിളിച്ചെണീപ്പിക്കാന്ന് പറഞ്ഞ 6:45 കൃത്യമായിട്ട് വിളിച്ചു. നമ്മൾ മോർണിംഗ് ട്രക്കിന് പോവാണ്. ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം ഇവിടെ 2-3 ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വാട്ടർഫാൾസിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്. നമ്മളത് കാണാൻ പോവാണ്. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാടാണ്. അപ്പോൾ നമുക്ക് 3-4 വഴികളുണ്ട് നമ്മൾ പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പം ഇപ്പം ആദ്യം നമ്മൾ പോയ വഴി ആന വരുന്നത് പ്രമാണിച്ച് അടച്ചു വെച്ചേക്കും കമ്പിവേലിയൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേറെ വഴി ഒരു വീടിൻ്റെ താഴത്തേക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ പോകുന്നേട്ടോ. ദൈവം സഹിച്ച് ഇതുവരെ നമ്മൾ അട്ടേനെ ഒന്നും മീറ്റ് ചെയ്തില്ല. മീറ്റ് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഇറക്കാണ് നമ്മുടെ ഈ കല്ലടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ യാത്ര. അപ്പോൾ പോണ വഴിക്ക് തട്ടി വീഴാണ്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാപ്പിയുടെ കമ്പൊക്കെ എനിക്ക് ഒടിച്ചു തന്നു. നമ്മുടെ കല്ലടി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ നമ്മുടെ കല്ലടി വെള്ളച്ചാട്ടത്തിൽ ഫൈനലി എത്തിയിരിക്കുന്നു. ഇത് പുഴയാണ് ഏട്ടാ. ഒരു പുഴ ഒഴുകി വന്ന് എവിടെയൊക്കെ വെള്ളച്ചാട്ടമായി മാറുന്നു. പക്ഷെ ഇത് അടിപൊളി സ്ഥലമാണ്, ഭയങ്കര പീസ്ഫുൾ കാം സ്ഥലമാണ്. നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് ആനയെ കാണാൻ പറ്റും. കണ്ട ആനയെ വരാണ്ട് ഇവിടെ കമ്പിവേലി ഒക്കെ കെട്ടിയിട്ടുണ്ട്. പകൽ സമയത്ത് അതിനകത്ത് ഇലക്ട്രിക് ഷോക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ രാത്രി ആകുമ്പോൾ അവരത് ഓൺ ചെയ്യും. പക്ഷെ ആന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആന ഇതുപോലെ ഒരു കമ്പ് വെച്ചിട്ട് ഒരടി കൊടുക്കുന്നു, അത് പൊട്ടിപ്പോകുന്നു, കൂളായി കയറി വരുന്നു. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ അവർ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു അട്ട കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവർ ഉപ്പൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് വന്നത്. എൻ്റെ പൊന്നു വന്നാലും കൃത്യം എന്നെ തന്നെ കടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നല്ല ഈ കിളികളൊക്കെ കരയണ ശബ്ദമൊക്കെ നമുക്ക് ഇങ്ങനെ ചെവി കോർക്കാൻ കേൾക്കാട്ടോ. അത് കൂൺ വേണം, നല്ല കൂൺ, ഫ്രഷ് കൂൺ, ആനപ്പിണ്ടത്തിൽ വിളഞ്ഞ കൂൺ, ഫ്രഷ് ആനപ്പിണ്ടം.
അപ്പോൾ റിസോർട്ടിൽ നിന്നുള്ള നമ്മുടെ പാക്കേജിൽ തന്നെ വരുന്നതാണ് ഈ ഒരു മോർണിംഗ് ട്രെക്ക് ടു കല്ലടി വാട്ടർഫാൾസ്. അപ്പോൾ നമുക്ക് വെളുപ്പിനേ തന്നെ വരുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഈ പുഴയും എല്ലാം കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, മഴക്കാലത്താണെങ്കിൽ നല്ലവണ്ണം വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുവാണ് ശരിക്കും മൊത്തത്തിൽ. ഈ പാണിയിൽ പോയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നല്ല ആഴമുള്ള പിച്ചുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രോപ്പർ ഗൈഡിൻ്റെ കൂടെ അല്ലാണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ആനത്താരയൊക്കെ നമുക്ക് നന്നായിട്ട് ഇവിടെ 3-4 എണ്ണമൊക്കെ നമ്മൾ ഈ പോയ ചെറിയ ചുറ്റുവട്ടത്ത് തന്നെ കാണാനായിട്ട് പറ്റും. അത്രയും ആനകൾ ഇറങ്ങുന്ന ഒരു റീജിയനാണ് ഇവിടെ. ഇത് കണ്ടോ, ഈ മുളങ്കാട്ടിന്റെ ഉള്ളിലൂടെയാണ് ആന കയറി വരുന്നത്. നമുക്ക് കാണാം കുറച്ചിങ്ങനെ ആർച്ച് പോലെ. അതിന് പറയുന്ന പേര് ആനത്താരാന്നാട്ടോ, ആന വരുന്ന വഴി. കണ്ടോ, അങ്ങനെ ആർച്ച് പോലെ കാണാൻ കഴിയും നമുക്ക്. അങ്ങനെ മോർണിംഗ് ട്രക്കൊക്കെ അതിസാഹസികമായി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്കുള്ള പോക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നമ്മൾ മാത്രമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് മെനു നമ്മൾ പറഞ്ഞോളൂ. കാരണം അവർ ഒരുപാട് സ്പ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മളത് മൊത്തം കഴിച്ച് തീർക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിനിമം ഐറ്റംസേ അവരോട് ഉണ്ടാക്കാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പൂളിലേക്ക് വിട്ടു. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു വിശാലമായ പൂളൊക്കെ കിട്ടുന്നത്. അപ്പോൾ കൊച്ചുങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് 2 പേർക്ക് നമ്മൾ ഫ്ലോട്ടിയൊക്കെ കരുതിയായിരുന്നു. വെൽക്കം ടു ദ പ്രോപ്പർട്ടി ടൂർ ഓഫ് മരം. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണിത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്ത് ടബ്. ഇപ്പൊ നമ്മൾ ആദ്യം പൂളിലൊക്കെ ഇറങ്ങി എന്റെ തുണി ഇവിടെ വിരിച്ചിട്ടേക്കുവാ മൊത്തം. പിന്നെ ഇപ്പൊ ഉച്ചയ്ക്കായി തുടങ്ങിയതുകൊണ്ട് ചെറിയ വെയിലും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഞങ്ങളൊരു സൈക്ലിങ്ങിന് പോയതായിരുന്നു കേട്ടോ. കുറേ കാലമായിരുന്നു സൈക്കിളൊക്കെ ചവിട്ടിയിട്ട്. അപ്പൊ ഏതായാലും ഞാനും അരുണും കൂടിയാ പോയത്. കഴിഞ്ഞു, ഇനി തിരിച്ചു കയറ്റി വെക്കാൻ പോവാ. ഇതൊക്കെ ഒറിജിനൽ മരാട്ടോ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. ഇവിടെ മൊത്തം 9 കോട്ടേജുകളാണ് ഉള്ളത്. 9 എണ്ണത്തിലും നമ്മൾ ആദ്യം കാണിച്ച ഓപ്പൺ ടബ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ബാത്ത് ടബ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഈ മരം എന്നുള്ള പേര് പോലെ തന്നെ ചുറ്റും മരങ്ങൾ പിടിപ്പിച്ച് എന്താ പറയാ, നല്ല ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കണ്ടോ, പൂക്കളൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടേക്കാണ് മൊത്തം. ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നത് അത്ര സീസൺ അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഫുൾ സ്വിങ് പൂക്കള് കാണാൻ പറ്റാത്തത്. ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. പൂൾ ഏരിയയിൽ ഒരു സംഭവമുണ്ട്, ഒരു ഫോട്ടോ സ്പേസ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ മരം എന്നൊക്കെ എഴുതിയേക്കണോണ്ട് ഇവിടെ വന്നിരുന്ന് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനും ചെറിയൊരു ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ആണ് രാത്രി. പിന്നെ അതെ മുകളിലേക്ക് നമുക്ക് പോവാം. ഇവിടെയും കോട്ടേജുകളുണ്ട്. ഇതിലൊരു കോട്ടേജ് ബാത്ത് ടബ് കൂടാണ്ട് വിത്ത് ജാക്കൂസി ഉണ്ട് കേട്ടോ. അവിടെ ജാക്കൂസി ഉണ്ട്. ശരിക്കും ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോ നല്ല പ്രൈവസിയാണ്. കണ്ടോ, ഒരു ചൂടും ഇല്ല, വെയില് പോലും ഇല്ല. കാരണം അത്രയും മരങ്ങളാണ്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നതാണ് ഡെഡ് എൻഡ്. ഇതിന്റെ അപ്പുറത്തേക്ക് കൊടും കാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 9 കോട്ടേജുകൾ, ഇത് 1ാമത്തെ കോട്ടേജ്, ഇങ്ങനെ എണ്ണിയ അങ്ങറ്റത്തെ 9ാമത്തെ കോട്ടേജിന്റെ അവിടെ വരെ ആനേനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാട്ടോ പറഞ്ഞത്. നമ്മൾ കണ്ടില്ല ഏതായാലും, പക്ഷെ അവിടെയൊക്കെ ആന വരും. അത് അവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്. ആൻഡ് ഇതിന്റെ മെയിൻ ഒരു ഓണർ ഒരു ഫോറിൻ ലേഡിയാണ്, ഒരു ഓസ്ട്രേലിയൻ ലേഡിയാണ്. പുള്ളിക്കാരി താമസിക്കുന്നതും അവിടെ തന്നെയാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആണ് ടോട്ടലി. അത് നമ്മൾ മറന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷെ കണ്ടോ, കിളികൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അവര് ഇങ്ങനെ ചട്ടിയിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ 9ാമത്തെ കോട്ടേജ്. ആൻഡ് മുളങ്കൂട് കാണുമ്പോ തന്നെ ഇല്ലിക്കൂട്, മുളകല്ല ഇല്ലിക്കൂട് കാണുമ്പോ തന്നെ നമുക്ക് അറിയാം. കണ്ടോ, അത് ഫുൾ ചവിട്ടി മെതിച്ചിട്ടേക്കാണ് ആന. ഇവിടെ വരെ ടീം വരും. എപ്പോഴും നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിക്കുമ്പോൾ വല്ലപ്പോഴും നമ്മുടെ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ ഒന്ന് പുറത്ത് പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മാമലക്കണ്ടം. ഇപ്പോൾ മാമലക്കണ്ടത്ത് വരുമ്പോൾ ഒറ്റ ദിവസം മാത്രം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അല്ല ഉള്ളത്, 2-3 ദിവസമൊക്കെ നമുക്ക് നീണ്ടു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മരം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം കേട്ടോ.
ഇവിടെ ലഞ്ച് ടൈമായി. ലഞ്ച് കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ബിരിയാണി ബിരിയാണി നല്ല പാകത്തിന് ഫ്ലേവറൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ മരത്തിൽ നിന്നും ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. മാമലക്കണ്ടത്തെയും മരത്തിലെയും വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ.